ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മത്തി പീര വറ്റിച്ചതിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നെത്തോലി ഉപയോഗിച്ചും ഇതേ രീതിയിൽ നമുക്ക് പീര വറ്റിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. എന്നാൽ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 7 ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായത് കാരണമാണ്. വലുതാണെന്നുണ്ടെങ്കിൽ 4 എണ്ണം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസിലുള്ള 5 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ 7 8 ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഇഞ്ചിയാണ്. വെളുത്തുള്ളിയുടെ അളവിനേക്കാളും അല്പം കുറഞ്ഞ അളവിൽ ഇഞ്ചി ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള കാന്താരി മുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 12 എണ്ണം എടുത്തിട്ടുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഇനി കാന്താരി ഇല്ലാന്നുണ്ടെങ്കിൽ പച്ചമുളക് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് തേങ്ങ ചിരവിയതാണ്. ഞാനിപ്പോൾ 1.5 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. തേങ്ങയുടെ അളവ് കുറഞ്ഞു പോവരുത്. ഇനി നമുക്ക് തേങ്ങയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ചതച്ചെടുക്കണം. നന്നായിട്ട് അരഞ്ഞു പോവരുത്, ചെറുതായിട്ടൊന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. ഞാനിതാ ഇപ്പോൾ ചതച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി. നന്നായിട്ട് അരഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മത്തി പീര വറ്റിച്ചതിൻ്റെ ടേസ്റ്റ് ആകെ മാറിപ്പോവും. അപ്പോൾ നമുക്ക് ഇത് തയ്യാറാക്കി തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 2 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഉലുവയാണ്. 1/4 ടീസ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഉലുവ നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. ഉലുവ നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ ചതച്ച് വെച്ച തേങ്ങയുടെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുത്താൽ മതി. ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മത്തി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 10 എണ്ണം എടുത്തിട്ടുണ്ട്, ചെറുതായത് കാരണം. ഒരല്ലി കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറു ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ച കുടംപുളി ചേർത്ത് കൊടുക്കുക. 3-4 കുടംപുളി കഷ്ണം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ആ കുടംപുളിയിലെ വെള്ളം തന്നെ മതിയാവും. മീനായത് കാരണം പതുക്കെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം മീഡിയം ഫ്ലെയിമിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ചൂടാക്കി എടുക്കണം. അപ്പോൾ ഈ മീനിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നോളും. ഈ വെള്ളത്തിൽ കിടന്നിട്ട് തന്നെ നമ്മുടെ മീനൊക്കെ നന്നായിട്ട് വെന്ത് വരും. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ട ശേഷം ഇത് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇത് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മറ്റുള്ള തോരനൊക്കെ മിക്സ് ചെയ്യും പോലെ നല്ല സ്പീഡിൽ മിക്സ് ചെയ്തെടുക്കരുത്, മീൻ പൊടിഞ്ഞു പോവും. ഇനി നമുക്കിതിലെ കുടംപുളി എടുത്ത് മാറ്റാം, അല്ലെങ്കിൽ ഇതിലെ പുളി ഒന്നുകൂടി കൂടിപ്പോവും. ഇപ്പോൾ നല്ല കറക്റ്റ് പുളിയാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പീര വറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്